നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. രണ്ടാഴ്ചയ്ക്കുള്ളിൽ 2 പടുകൂറ്റൻ കപ്പലുകളാണ്. പൊതുവെ അപകട സാധ്യതകൾ കുറഞ്ഞ ഇന്ത്യൻ തീരദേശത്ത്, പ്രത്യേകിച്ച് കേരള തീരത്തിനോടടുത്ത 2 പടുകൂറ്റൻ കപ്പലുകളാണ് വെറും 15 ദിവസത്തിനുള്ളിൽ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെട്ടിരുന്ന MSC എൽസ 3 എന്ന ചൈനീസ് കപ്പലും സിംഗപ്പൂർ പതാക വഹിക്കുന്ന വാൻഹായ് 503 എന്ന ചൈനീസ് കപ്പലുമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട 2 കപ്പലുകൾ. എൽസ 3 പ്രതികൂല കാലാവസ്ഥയുടെ ഭാഗമായിട്ടാണ് കപ്പൽ മറിഞ്ഞത് എന്നാണ് പറയപ്പെടുന്നത്. വാൻഹായുടെ കാര്യത്തിൽ കപ്പലിൽ വലിയ തീപിടുത്തമുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. തീപിടുത്തത്തിലാണ് കപ്പൽ കടലിലേക്ക് പോകുന്നത് എന്ന് പറയുന്നു. എന്താണ് ഇതിന്റെ കാരണങ്ങൾ എന്നത് നിലവിലൊന്നും പുറത്തു വന്നിട്ടില്ല. അടുത്ത ദിവസങ്ങളിലായി 2 കപ്പൽ മുങ്ങിയത് വൻ അട്ടിമറിക്കുള്ള സാധ്യതകളുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഓരോരുത്തരും ഏറ്റുകാണുന്നത്. അതവിടെ ഇരിക്കട്ടെ. 2 കപ്പലുകളും പ്രകൃതിയെയും ഒപ്പം മനുഷ്യരെയും വലിയ രീതിയിൽ തന്നെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. ഗുരുതരമായിട്ടുള്ള ഒരു അപകടം തന്നെയാണ് ഇത് രണ്ടും എന്നുള്ള നിരീക്ഷണത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. വിദഗ്ധർ പറയുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇവ രണ്ടും വളരെ വലിയ വിപത്താണ് നമ്മുടെ ഭൂമിക്ക്, നമ്മുടെ പ്രകൃതിക്ക്, മനുഷ്യന്, ജീവജാലങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് സൂചന. MSC എൽസയിൽ തൊട്ടാൽ പൊള്ളുന്ന രാസവസ്തുക്കളാണ് ഉള്ളതെന്ന റിപ്പോർട്ടുകൾ അപ്പോൾ തന്നെ പുറത്തു വന്നിരുന്നുവെങ്കിലും അത് ഒരു പൊട്ടിത്തെറിയോ തീപിടുത്തമോ എന്നുള്ള രീതിയിലേക്കൊന്നും പോയിരുന്നില്ല. പക്ഷെ മറിച്ച് വാൻഹായ് 503 എന്ന് പറയുന്ന കപ്പലിന്റെ അവസ്ഥ അതിലേക്ക് വരുമ്പോൾ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതായത് അതിഗുരുതരമായിട്ടുള്ള വസ്തുക്കൾ അടങ്ങിയിട്ടുള്ള 100-ലധികം കണ്ടെയ്നറുകൾ വഹിച്ചുകൊണ്ടാണ് വാൻഹായ് കോഴിക്കോട് തീരത്ത് നിന്ന് വിട്ടത്. അത് ഉൾക്കടലിലെത്തിയപ്പോൾ തീപിടുത്തത്തിലേക്കും പൊട്ടിത്തെറിയിലേക്കും ഒക്കെ പോയിരിക്കുകയാണ്. ഇപ്പോൾ വലിയ പുകയും മറ്റും കാര്യങ്ങളുമായിട്ട് അതിനടുത്തേക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് കപ്പൽ നിൽക്കുന്നത്. കപ്പൽ ഏത് സമയം വേണമെങ്കിലും കടലിനടിയിലേക്ക് പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കപ്പൽ ഇനി അവിടെ നിന്ന് തിരികെ കൊണ്ടുവരാൻ വരിക എന്നുള്ളത് ഒരിക്കലും പറ്റില്ല. അത് ദുർഘടം പിടിച്ച ഒരു പണി തന്നെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കപ്പൽ കടലിനടിയിലേക്ക് പോകുമെന്നത് യാഥാർത്ഥ്യമാണ്. നങ്കൂരമിടാൻ പോലും പറ്റാത്ത അത്ര ആഴമുള്ള പ്രദേശത്താണ് കപ്പൽ നിലവിൽ നിൽക്കുന്നത്, കത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഇനി ആഴക്കടലിലേക്ക് പോകാനുള്ള അവസരം ഒരുക്കുമെന്നത് മാത്രമല്ല, എഞ്ചിനടക്കം പ്രവർത്തിക്കാത്തത് കൊണ്ട് ആ കപ്പൽ ഇനി കാറ്റിൻ്റെയും തിരമാലകളുടെയും ഒക്കെ അനുസരിച്ച് സ്ഥാനം മാറാനുള്ള സാധ്യതകളുമുണ്ട്. എന്തായാലും ആഴക്കടലിലേക്ക് പതിക്കാൻ പോകുന്ന ഒരു കപ്പലാണ് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വശത്തുള്ളത്. അതായത് ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്കടക്കം ദോഷം ചെയ്യുന്ന ഒരു കപ്പൽ ഇപ്പോൾ കടലിന് മുകളിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏത് സമയം വേണമെങ്കിലും കടലിലേക്ക് അടിയിലേക്ക് പോകാം. ഇത് മത്സ്യസമ്പത്തിന്റെ ആരോഗ്യത്തെയും അതുവഴി മനുഷ്യരുടെ ആരോഗ്യത്തെയും അടക്കം ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. നിലവിൽ വർഷങ്ങൾ പഴക്കമുള്ള കപ്പലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് 2 ആഴ്ച മുമ്പ് കപ്പൽ മറിഞ്ഞിരുന്ന MSC എൽസ എന്ന് പറയുന്ന കപ്പൽ കടലിൽ തന്നെ ഉപേക്ഷിക്കാനുള്ള കാരണം. ആ കപ്പലിനടിയിൽ ഗുരുതരമായിട്ടുള്ള രാസപദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. കപ്പൽ മറിഞ്ഞ ഏരിയ കണ്ടുപിടിച്ച് അവിടെ മത്സ്യബന്ധനം പാടില്ല എന്നറിയിക്കുമെന്നതാണ് MSC എൽസ എന്ന് പറയുന്ന കപ്പൽ മുങ്ങിയതിന്റെ ഭാഗമായിട്ട് എടുത്തിരുന്ന അധികൃതരുടെ തീരുമാനം. അതായത് മത്സ്യബന്ധന തൊഴിലാളികളുടെ ജോലി സാധ്യത അത് വലിയ രീതിയിൽ തന്നെ കുറയ്ക്കാനുള്ള ഒരു സാഹചര്യമാണ് MSC എൽസ 3 എന്ന് പറയുന്ന കപ്പൽ കടലിൽ മറിഞ്ഞപ്പോഴുണ്ടാക്കിയത്. ഇന്നിപ്പോൾ സമാന രീതിയിൽ മറ്റൊരു കപ്പൽ കൂടെ MSCയേക്കാൾ അപകടകാരിയായിട്ടുള്ള മറ്റൊരു കപ്പൽ കൂടെ ഇത്തരത്തിൽ കടലിലേക്ക് മറിഞ്ഞ കണ്ടെയ്നറുകൾ ചിലതൊക്കെ തീരത്തടിയാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വീണ്ടും ജനങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ഇനി ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ പുറത്തേക്കടക്കം വരുമെന്ന് പറയുമ്പോൾ, ഇനി ഈ പറയുന്നത് പോലെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകളടക്കം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ കടലിൽ നിന്ന് കരയിലേക്ക് എത്തിയാൽ അവിടെയും ഒരു തീപിടുത്തത്തിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. അത് മാത്രമല്ല, ഒരു കപ്പൽ അപകടമുണ്ടായി കഴിഞ്ഞാൽ ആ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കടലിൽ നിറയെ ഒഴുകി നടക്കുന്നത് സാധാരണപ്പെട്ട കാര്യമാണ്. അത് സ്വാഭാവികമായും മത്സ്യബന്ധന തൊഴിലാളികളെ തന്നെയാണ് ബാധിക്കുക എന്നുള്ളതാണ്. അതായത് MSC എൽസ 3യുടെ അവശിഷ്ടങ്ങൾ കടലിൽ മറിഞ്ഞതിന്റെ ഭാഗമായിട്ട് ഒഴുകി നടന്നപ്പോൾ ലക്ഷങ്ങളുടെ നഷ്ടമാണ് മത്സ്യത്തൊഴിലാളികളുടെ ഉപകരണങ്ങൾ നശിച്ചത് മൂലമുണ്ടായത്.
കടലിൽ അകപ്പെട്ട കണ്ടെയ്നറുകളിൽ കുടുങ്ങി മീൻപിടുത്ത ബോട്ടുകളുടെ വലകൾ വലിയ തോതിൽ നശിക്കുന്നുവെന്നും ലക്ഷങ്ങളുടെ നഷ്ടം അത് മുഖാന്തരം ഉണ്ടായിട്ടുണ്ട് എന്നും മത്സ്യബന്ധന തൊഴിലാളികൾ തന്നെ അറിയിച്ചു രംഗത്തെത്തിയിരുന്നു. സാധനങ്ങൾ നിറച്ച നിലയിലുള്ള കണ്ടെയ്നറുകളാണ് കടലിലെ അടിത്തട്ടിലൂടെ ഒഴുകി നടക്കുന്നത് എന്നതാണ് വലിയ ഭീഷണി ഉയർത്തിയത്. ഇവയുടെ കൃത്യമായിട്ടുള്ള സ്ഥാനം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ ബോട്ടുകാർക്ക് വലിയ ആശങ്കയും അപകടവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് ഒരുക്കുന്നത്. ഒരു ദിവസം മാത്രം വിവിധ ബോട്ടുകളിലായി ഇത്തരത്തിൽ 40 ലക്ഷത്തിലേറെ രൂപയുടെ നാശനഷ്ടമാണ് മത്സ്യത്തൊഴിലാളി വിഭാഗവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കപ്പൽ മുങ്ങിയത് സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള മേഖലയിലാണ് എങ്കിലും ബോട്ടുകൾ നഷ്ടമുണ്ടാകുന്നത് സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിലാണ്. സംസ്ഥാന സർക്കാരും കേന്ദ്ര ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് കോർപ്പറേഷനും ചേർന്ന് കണ്ടെയ്നറുകൾ കരയിലെത്തിച്ച് നാശനഷ്ടങ്ങൾ ഒഴിവാക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട ആവശ്യമായി MSC എൽസ 3 മറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ആശങ്ക തീരും മുമ്പ് മറ്റൊരു കപ്പൽ കൂടെ അതിഗുരുതരമായിട്ടുള്ള സാധനങ്ങൾ വഹിച്ചു കൊണ്ടുപോയിട്ടുള്ള ഒരു കപ്പൽ കൂടെ കടലിലേക്ക് പതിച്ചു എന്ന് പറയുമ്പോൾ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്ക് വലിയ നെഞ്ചെടുപ്പ് കൂട്ടുന്ന ഒരു വിഷയം തന്നെയാണ്. അത് മാത്രമല്ല, രാസവസ്തുക്കൾ അടങ്ങിയിട്ടുള്ള കണ്ടെയ്നറുകളാണ് കടലിനടിയിലേക്ക് എത്തുന്നത് എന്നതിനാൽ അത് കടൽ ജീവികളുടെ ആവാസ വ്യവസ്ഥയെ തന്നെ തകർക്കാനുള്ള സാധ്യതകളുണ്ട്. നേരത്തെ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം, അതായത് MSC എൽസ 3 മറിഞ്ഞ സംഭവത്തിൽ പല ദ്വീപ സമൂഹങ്ങളിലെയും കടൽ പുറ്റുകളെ അല്ലെങ്കിൽ കടലിൽ ഉണ്ടാകുന്ന സൂക്ഷ്മജീവികളെ അടക്കം നശിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് കടലിലേക്ക് പോകുന്നത് എന്ന് പറയുമ്പോൾ മത്സ്യങ്ങളെ അടക്കം അത് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഒരു പക്ഷേ കുറച്ചു കാലത്തേക്ക് മത്സ്യം കിട്ടുമോ എന്നതിൽ പോലും വലിയ ആശങ്ക നിൽക്കുകയാണ്. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ട്രോളിംഗ് സംവിധാനമൊക്കെ ഉണ്ട്. അത് കഴിയുമ്പോഴേക്കും ഈ പറയുന്ന മത്സ്യങ്ങളുടെ ജീവന് തന്നെ വിപത്തായി ഈ ഒരു കപ്പൽ മറിഞ്ഞ സംഭവം മാറുമോ എന്നതടക്കമുള്ള സംശയമുണ്ട്. എന്തായാലും കേരള തീരത്ത് കപ്പൽ തീപിടിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ വേണ്ടി എന്താണ് എന്നതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഉന്നതതല യോഗങ്ങളൊക്കെ ചേർന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് വിവരം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ് യോഗം വിളിച്ചതെന്നാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ള വിവരം. സംസ്ഥാന സർക്കാർ പ്രതിനിധികളും നാവികസേന, കോസ്റ്റ് ഗാർഡ്, കേന്ദ്ര ഏജൻസി പ്രതിനിധികൾ, കേരള മാരിടൈം ബോർഡ് പ്രതിനിധികൾ തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുക്കുക. 2 ആഴ്ചക്കിടെയുണ്ടായ 2 കപ്പൽ അപകടങ്ങളും നിലവിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്ന വാൻഹായ് 503 കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളും ഒക്കെയാണ് യോഗത്തിൽ പ്രധാനമായിട്ടും ചർച്ചയാകുക. കഴിഞ്ഞ ദിവസം രാവിലെ ചരക്ക് കപ്പലിൽ പടർന്ന തീ അണയ്ക്കാൻ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് എങ്കിലും ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല. ഹൈ പ്രഷർ വാട്ടർ ജെറ്റ് ഉപയോഗിച്ച് തീ നിയന്ത്രിക്കാൻ കോസ്റ്റ് ഗാർഡ് ശ്രമിച്ചിരുന്നു. കപ്പലിൽ തീ ആളിപ്പടരുന്നതിനാൽ കപ്പലിന്റെ അടുത്തേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യവും നിലവിലുണ്ട്. കപ്പലിൽ രാസവസ്തുക്കൾ ഉള്ളതിനാൽ വലിയ പൊട്ടിത്തെറിക്കുള്ള സാധ്യതകളുണ്ട് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. ഇതിനിടെ കപ്പൽ പൂർണ്ണമായി കത്തി മുങ്ങാനുള്ള സാഹചര്യത്തിലേക്ക് പോകുകയും കപ്പൽ ചെരിഞ്ഞു എന്നതടക്കമുള്ള റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം തീപിടുത്തത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 2 ജീവനക്കാരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണെന്നാണ് വിവരം. 35 മുതൽ 40% വരെ ഇവർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. ബാംഗ്ലൂരുവിലെ AJ ആശുപത്രിയിലാണ് ഇവർ ചികിത്സയിൽ കഴിയുന്നത്. പൊള്ളലേറ്റ 6 പേരാണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 3 പേർ ചൈനക്കാരും 2 പേർ മ്യാൻമർ പൗരന്മാരും ഒരാൾ ഇന്തോനേഷ്യൻ പൗരന്മാരുമാണ്. അതുപോലെ തന്നെ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ട 12 പേരെ നഗരത്തിലെ ഹോട്ടലിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. കപ്പലിലുണ്ടായിരുന്ന 22 ജീവനക്കാരിൽ 18 പേരെയും രാത്രിയോടെ തന്നെ INS സൂറത്ത് അപകട പ്രദേശത്ത് നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. കാണാതായ 4 പേർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. നാവികസേനയുടെ, കോസ്റ്റ് ഗാർഡിന്റെയും ഒക്കെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. കപ്പലിൽ ഉണ്ടായിരുന്ന 22 പേരിൽ 18 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇവരിൽ പരിക്കേറ്റ 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് എന്നതും ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട്. ഇവരുടെ ശ്വാസകോശത്തിനടക്കം സാരമായിട്ടുള്ള പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് വിവരം. ബാംഗ്ലൂരു SJ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇവർ. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട MSC എൽസ 3 കപ്പൽ മുങ്ങിയ ദിവസങ്ങൾക്ക് മാത്രം പിന്നിടുമ്പോഴാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ ചരക്ക് കപ്പലായിട്ടുള്ള MSC ഐറീന വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിട്ടപ്പോഴാണ് കേരള സമുദ്ര അതിർത്തിയിൽ ഇത്തരത്തിലൊരു വലിയ ചരക്ക് കപ്പൽ ദുരന്തമുണ്ടായത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്ന സിംഗപ്പൂർ രജിസ്ട്രേഷനിലുള്ള വാൻഹായ് 503 എന്ന ചൈനീസ് കപ്പലാണ് തീപിടുത്തത്തിലും പൊട്ടിത്തെറിയിലും അപകടത്തിൽപ്പെട്ടത്. കപ്പലിലുള്ള 154 കണ്ടെയ്നറുകളിൽ ആസിഡും ഗൺ പൗഡറും ലിഥിയം ബാറ്ററിയും അടക്കം അപകടകരമായിട്ടുള്ള അതീവ ഗുരുതരമായിട്ടുള്ള
തരത്തിലുള്ള വസ്തുക്കളാണ് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം. ഇവ തീ പിടിക്കുന്നതിനും വിഷാംശമുള്ളതുമായിട്ടുള്ള വസ്തുക്കളാണ്. കപ്പൽ മുങ്ങിയാൽ എണ്ണ ചോരാനും കടലിൽ വിഷാംശമുള്ള രാസവസ്തുക്കൾ കലരാനുമുള്ള സാധ്യതയുണ്ട്. ബേപ്പൂർ, അഴീക്കൽ തുറമുഖങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്തായി 145 കിലോമീറ്ററോളം ഉൾക്കടലിലാണ് കഴിഞ്ഞ ദിവസം രാവിലെ 9:30 ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. രാത്രി വൈകിയും തീ നിയന്ത്രിക്കാനുള്ള നടപടികളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് കപ്പൽ അപകടമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങളുടെയും അതുപോലെ തന്നെ കടൽ ജീവികളുടെയും ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതേസമയം തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങളുടെ തൃശ്ശൂരിൻ്റെ തീരപ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ പറയുന്ന കപ്പലിൻ്റെ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ കണ്ടെയ്നറുകളും ഒക്കെ അടിയാനുള്ള സാധ്യതകളുണ്ട്. ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ആരും ഇടത്തേക്കൊന്നും പോകരുത് എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്തായാലും ഈ ഒരു സംഭവം വലിയ രീതിയിലുള്ള ആശങ്ക തന്നെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം ശ്വസിച്ചാലോ സ്പർശിച്ചാലോ ഹാനികരമാകുന്ന വസ്തുക്കളടക്കമുള്ള നിരവധി സാധനങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത. എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്നത് നിലവിൽ പുറത്തു വരും എന്നുള്ളതാണ്. നിലവിൽ കപ്പലുകളിൽ കൊണ്ടുപോകുന്ന അപകടകരമായ വസ്തുക്കളെ 9 വിഭാഗങ്ങളിലായിട്ടാണ് തരംതിരിക്കാറുള്ളത്. ഇതിൽ ക്ലാസ് 3, 4.1, 4.2, 6.1 തരത്തിലുള്ള വസ്തുക്കളാണ് വാൻഹായ് 503 കപ്പലിൽ കൊണ്ടുപോയിരുന്നത് എന്നാണ് വിവരം. തീപിടിച്ചാൽ കത്തുന്ന ദ്രാവകങ്ങളാണ് ഇതിൽ ആദ്യത്തെ വിഭാഗത്തിൽ പെടുന്നത് എന്നുള്ളതാണ്. പെട്രോൾ, ഡീസൽ, അസറ്റോൺ, എഥനോൾ എന്നിവ പോലുള്ളതാണ് ഇത്. ഘർഷണത്തിൽ സ്വയം തീപിടിക്കാവുന്നതാണ് 4.1 വിഭാഗത്തിൽ പെടുന്നത്. സൾഫർ, തീപ്പെട്ടി, കാൽസ്യം കാർബണൈഡ്, കർപ്പൂരം, ഫോസ്ഫറസ് എന്നിവ പോലുള്ള വസ്തുക്കളാണ് അവയ്ക്ക് ഉദാഹരണങ്ങൾ. വായുസ്പർശമുണ്ടായാലോ കത്തിച്ചാലോ പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുക്കളാണ് 4.2 എന്ന വിഭാഗത്തിൽ വരുന്നത്. വെള്ള ഫോസ്ഫറസ്, പഞ്ഞി, പഞ്ചസാര, വൈക്കോൽ എന്നിവ ഉൾപ്പെടുന്ന സാധനങ്ങളാണ് അതിലൊക്കെ ഉണ്ടാകുന്നത്. അതുപോലെ 6.1 എന്ന് പറയുന്നത് ശ്വസിച്ചാലോ സ്പർശിച്ചാലോ ഹാനികരമാകുന്നവയാണ്. ഇതും ഈ കപ്പലിലുണ്ട് എന്നാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ള വിവരം. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു അപകടം മുന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ 2 കപ്പൽ അപകടവും അടുത്തടുത്ത ദിവസങ്ങളിൽ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന സൂചന. കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്.